ഓം ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഒരു ചൗരക്കത്തി കൊണ്ടുവരണം. പ്രിയരെ, ഗുരുദേവന് ഒരു ദിവസം എക്കിളിന്റെ വലിയ ശല്യം വരികയുണ്ടായി. സാധാരണയായി എക്കിൾ വരുമ്പോൾ അല്പം വെള്ളം കുടിച്ചാൽ മതിയെന്ന അറിവ് വെച്ച് ഒരു ശിഷ്യൻ അടുത്തുണ്ടായിരുന്ന വൈദ്യനോട് ഗുരുദേവന് അല്പം വെള്ളം കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. എന്നാൽ വൈദ്യനപ്പോൾ പഥ്യത്തിന് യോജിക്കാത്തതാകിയാൽ വെള്ളം കൊടുക്കുന്നതിന് അനുവദിക്കുകയുണ്ടായി. എക്കിൾ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് എല്ലാവർക്കും വലിയ പ്രയാസമായി. മാറാതെ നിന്നിരുന്ന ആ എക്കിൾ മൂലം ഗുരുദേവന് നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. വൈദ്യന്മാർ കൂടിയാലോചിച്ച് പല പ്രതിവിധികളൊക്കെ ചെയ്തു നോക്കി. പക്ഷേ അതൊന്നും ഫലവത്തായില്ല. 2-3 ദിവസത്തേക്ക് ആ എക്കിൾ ഒരുപോലെ മാറാതെ നിന്നു. അതിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഗുരുദേവൻ ആ ദിവസങ്ങളിൽ ഭക്ഷണവും വേണ്ടത്ര കഴിക്കുകയുണ്ടായില്ല. ഒടുവിൽ വലപ്പാട് മാമി വൈദ്യർ ഒരു പ്രത്യേക കഷായക്കൂടുണ്ടാക്കി അത് ഗുരുദേവന്റെ അടുക്കിലേക്ക് വേഗം കൊണ്ടുവന്നു. പല മരുന്നുകൾ കഴിച്ചിട്ടും എക്കിൾ വിട്ടുമാറാതെ നിൽക്കുകയായതിനാൽ ആ കഷായം കുടിക്കണമെന്ന് പറയാൻ മാമി വൈദ്യർക്ക് അപ്പോൾ ധൈര്യമുണ്ടായില്ല. എങ്കിലും വൈദ്യർ കഷായം കഷായം എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് വൈദ്യരുടെ കയ്യിലിരുന്ന കഷായച്ചട്ടിയിലേക്ക് ഒന്ന് നോക്കിയ ശേഷം ഗുരുദേവൻ ചോദിച്ചു, മരുന്ന് എക്കിൾ നീക്കാനുള്ളതോ ഉണ്ടാക്കാനുള്ളതോ? മാമി വൈദ്യർ, നീക്കാനുള്ളതാണ്. ഗുരുദേവൻ, എക്കിൾ ഉണ്ടാക്കാനുള്ള മരുന്നും കൊണ്ടുവന്നിരിക്കുകയാണ്. അത് നീ തന്നെ കുടിക്കണം. ഒരു നിമിഷം ശങ്കിച്ചു നിന്ന ശേഷം മാമി വൈദ്യർ ആ കഷായം അവിടെ നിന്ന് തന്നെ മുഴുവനും കുടിച്ചു. അതുകൊണ്ട് പ്രയാസപ്പെട്ടു നിന്ന മറ്റൊരു വൈദ്യനോട് മാമി വൈദ്യർ യാതൊരുവിധ സങ്കോചവും കൂടാതെ ഇപ്രകാരം പറഞ്ഞു, സ്വാമിയുടെ കൽപ്പന എന്തെങ്കിലും നന്മയ്ക്കുള്ളതായിരിക്കുമല്ലോ. അതിനടുത്ത ദിവസവും എക്കിളിന് യാതൊരു കുറവും ഉണ്ടായില്ല. അതോടെ തിരുവനന്തപുരത്തേക്ക് പോയി ഡോക്ടർ നാണുപണിക്കരെ വേഗം കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം ശിഷ്യന്മാർ ആലോചിച്ചു. അതിനിടയിൽ ഗുരുദേവൻ ഒരു ശിഷ്യനെ അടുത്തേക്ക് വിളിച്ചു. ശിഷ്യൻ ഗുരുദേവന്റെ അടുത്ത് ഓടിയെത്തി കൽപ്പനക്കായി കാതോർത്തു. ഗുരുദേവൻ, ഒരു ക്ഷൗരക്കത്തി കൊണ്ടുവരണം. ശിഷ്യൻ ഓടിപ്പോയി ഒരു ക്ഷൗരക്കത്തി കൊണ്ടുവന്നു. ഗുരുദേവൻ, കാൽവണ്ണയിൽ നിന്ന് കുറച്ച് രോമം വടിച്ചെടുക്കണം. അത് കരിച്ച് നല്ലെണ്ണയിൽ കുഴച്ച് പൊക്കിളിൽ പുരട്ടണം. ശിഷ്യൻ ഉടൻ തന്നെ അങ്ങനെ ചെയ്ത് ഗുരുദേവന്റെ പൊക്കിൾ തടത്തിൽ നന്നായി പുരട്ടി. അത് കണ്ട് വൈദ്യന്മാർ വിസ്മയിച്ചു നിന്നു. അവരുടെ ചികിത്സാ നിഘണ്ടുവിൽ ഇല്ലാത്ത ആ പ്രയോഗം കൊണ്ട് എക്കിൾ മാറുകയും ഗുരുദേവൻ അന്ന് സുഖമായി ഉറങ്ങുകയും ചെയ്തു. സ്നേഹപൂർവ്വം, രഞ്ജൻ, വയനാട്.